അരുവിക്കര നിയോജക മണ്ഡലത്തിലെ 2 സ്കൂളുകൾക്ക് കൂടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില മന്ദിരം പണിയുന്നു. അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും കിഫ്ബി കില ഫണ്ടുകളുടെ സഹായത്തോടെയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ഇരു മന്ദിരങ്ങളുടെയും ശിലാസ്ഥാപനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളാണ്. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ പോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഏതാണ്ട് കാരണങ്ങൾ പറഞ്ഞു നമ്മുടെ സ്കൂളുകൾ ഉപേക്ഷിച്ചു പോയത്. 2016 പിണറായി ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നടത്താൻ തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നടത്താൻ തീരുമാനിച്ചതിന്റെ ഫലമായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സർക്കാർ ഫോക്കസ് ചെയ്തത് ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗതമായ രീതിയിൽ 2 മേഖലകളാണ്. ഒന്ന് പാഠ്യരംഗം, 2 പാഠ്യേതര കലയും സാഹിത്യവും അതേപോലെ തന്നെ സ്പോർട്സ് എല്ലാം ചെയ്യുന്ന പാഠ്യേതര. ഈ 2 മേഖലകളാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത മൂന്നാമതൊരു മേഖല കൂടെ വിദ്യാഭ്യാസ